നമസ്കാരം. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ഏറ്റവും അധികം ചർച്ചയായത് മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയെ മാത്രം ദേഹപരിശോധന നടത്തി എന്ന് പറഞ്ഞ് ഒരു കൂട്ടം പേർ ആദ്യം ഓരിയിട്ടു തുടങ്ങി. പിന്നീടാണ് മനസ്സിലായത് ആതിഥേയനായ സുരേഷ് ഗോപി പോലും മമ്മൂട്ടിയുടേതിന് സമാനമായ പരിശോധനയ്ക്ക് വിധേയനായെന്ന്. മോഹൻലാൽ മാത്രം പിന്നെ എന്തുകൊണ്ട് പരിശോധനയ്ക്ക് വിധേയനാവാതെ കടന്നുപോയി എന്ന ചോദ്യമാണ് ആദ്യം ഉയർന്നത്. മമ്മൂട്ടിക്കും മോഹൻലാലിനും സുരേഷ് ഗോപിക്കും വേണമെങ്കിൽ പരിശോധനയ്ക്ക് വിധേയപ്പെടാതെ പോകാമായിരുന്നു. കാരണം പരിശോധിക്കാൻ നിന്നയാൾ അത്ര വാശിയോടെയല്ല നിന്നത്. മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഇതാണ് പ്രോട്ടോകോൾ, ഇതാണ് നിയമം എന്ന് കരുതി പരിശോധനയ്ക്ക് സ്വയം വിധേയരായി. മോഹൻലാൽ ആവട്ടെ ചിരിച്ചു കാണിച്ചിട്ട് പോയി, അവരോട്ട് തടഞ്ഞുമില്ല. അതുകൊണ്ട് മോഹൻലാലിനെയും കുറ്റം പറയാൻ കഴിയില്ല. അങ്ങനെ മുസ്ലിം ആയതുകൊണ്ട് മമ്മൂട്ടിയെ പരിശോധിച്ചു എന്ന ക്യാപ്സ്യൂൾ ചീറ്റുകയായിരുന്നു. പിന്നീട് മോദി മോഹൻലാലിൻ്റെ അടുത്തെത്തിയപ്പോൾ തൊട്ടടുത്ത് നിന്ന മമ്മൂട്ടി കൈകെട്ടി നിന്നു എന്ന പേരിലായിരുന്നു വിവാദം. അതാണ് ആണത്തമെന്നും പ്രധാനമന്ത്രിയെ പോലും കൂസലില്ലാത്ത നിലപാടിൽ ഉറച്ചു നിന്നയാളാണ് മമ്മൂട്ടിയെന്നും ചിലർ വിവാദത്തിന് തിരികൊളുത്തിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ മോദി മുമ്പിലെത്തിയപ്പോൾ കൈകൂപ്പുകയും ഹസ്തദാനം ചെയ്യുകയും മാത്രമല്ല അക്ഷതം കൈനീട്ടി വാങ്ങി പോക്കറ്റിലിടുകയും ചെയ്തു എന്ന് വ്യക്തമായതോടെ ആ ക്യാപ്സ്യൂളും ചീറ്റി. എന്നിട്ടും ചിലർ മമ്മൂക്കയെ പരിഹസിച്ചും ചിലർ മമ്മൂക്കയെ അനുകൂലിച്ചും സോഷ്യൽ മീഡിയയിൽ കളം നിറഞ്ഞ് കളിക്കുകയാണ്. വാസ്തവത്തിൽ സുരേഷ് ഗോപിയുടെ വിവാഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ മമ്മൂട്ടി ഇങ്ങനെ വിചാരണ ചെയ്യപ്പെടേണ്ട ആളാണോ? എത്രയോ നടന്മാർ ബോധപൂർവം ഈ വിവാഹ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു. എന്നിട്ടും അവിടെ എത്തുകയും പ്രധാനമന്ത്രിയെ അഭിവാദ്യം ചെയ്യുകയും ഒക്കെ ചെയ്ത മമ്മൂട്ടിയെ ഇങ്ങനെ വിവാദ നായകരാക്കുന്നവരുടെ ലക്ഷ്യമെന്താണ്? നിഷ്പക്ഷമായി ചിന്തിച്ചാൽ ഒരു കാര്യം പറയേണ്ടി വരും. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത അതിഥികളിൽ ഏറ്റവും കയ്യടി കൊടുക്കേണ്ടതും അംഗീകാരം നേടേണ്ടതും വാസ്തവത്തിൽ മമ്മൂട്ടി തന്നെയാണ്. മമ്മൂട്ടിയുടെ മാന്യതയും മര്യാദയും ഊഷ്മളമായ സൗഹൃദവുമൊക്കെ തീർച്ചയായും കയ്യടിയോടെ സ്വീകരിക്കേണ്ടതാണ്. നടൻ എന്ന നിലയിൽ മാത്രമല്ല, വ്യക്തി എന്ന നിലയിലും എത്ര ഉന്നതിയിലാണ് മമ്മൂട്ടിയുടെ സ്ഥാനം എന്നതിൻ്റെ തെളിവായി മാറി മമ്മൂട്ടിയുടെ ചടങ്ങിലെ രംഗപ്രവേശവും മടക്കവും. ഈ ചിന്ത എന്നെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ഞാനൊരു കുറിപ്പ് കാണുന്നത്. ആ കുറിപ്പ് ആരെഴുതിയതാണ് എന്ന് ഉറപ്പിക്കാൻ വഴിയൊന്നുമില്ല. പക്ഷെ എൻ്റെ അന്വേഷണം എത്തിച്ചേർന്നത് ജിഷ്ണു നമ്പൂതിരി എന്നൊരാളിലാണ്. ജിഷ്ണു നമ്പൂതിരി തന്നെ എഴുതിയതാണോ മറ്റാരുടെയെങ്കിലും കുറിപ്പ് ജിഷ്ണു നമ്പൂതിരി പോസ്റ്റ് ചെയ്തതാണോ എന്നെനിക്കറിയില്ല. ചെറിയ കുറിപ്പാണ്, ശ്രദ്ധയോടെ കേൾക്കുക. മമ്മൂക്ക, അദ്ദേഹത്തിന് വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട്. അയാളൊരു തികഞ്ഞ മതവിശ്വാസിയാണ്. ഈദ്ഗാഹ് ദിനത്തിൽ മസ്ജിദിലെ നിലത്ത് താരജാടകളില്ലാതെ അയാളെ നാം കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ ഇന്ന് വരെ അയാളിൽ നിന്നും വർഗീയമായ ഒരു പ്രസ്താവനയും നാം കണ്ടിട്ടില്ല. ഇതാണ് ആദ്യത്തെ പാരഗ്രാഫ്. മമ്മൂട്ടിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമാണ്, CPMൻ്റെ രാഷ്ട്രീയമാണ്. മമ്മൂട്ടി തികഞ്ഞ മതവിശ്വാസിയാണ്. മമ്മൂട്ടി പക്ഷെ ഒരിക്കൽ പോലും വിദ്വേഷത്തോടുകൂടി ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ല, വർഗീയമായ ഒരു വാക്കും പറഞ്ഞിട്ടില്ല. തൻ്റെ സഹപ്രവർത്തകനായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹക്ഷണം സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം നോക്കി വെറും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒതുക്കുവാൻ അദ്ദേഹം ശ്രമിച്ചില്ല. തൻ്റെ ഫാൻസുകാരുടെ വികാരത്തിന് വശപ്പെട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര അദ്ദേഹം ഒഴിവാക്കിയില്ല. ആരെയും ഭയന്ന് ഭാര്യയെ അദ്ദേഹം വീട്ടിലിരുത്തിയില്ല. അന്യപുരുഷന്മാർക്ക് മുന്നിൽ ഔറത്ത് മറയ്ക്കാൻ അദ്ദേഹം ഭാര്യയെ പർദ്ദ ധരിപ്പിച്ചില്ല. എന്തിനെ തലയിലൊരു തട്ടമണിയിച്ചില്ല. ചിലയിടങ്ങളിലെ കുടുംബങ്ങളിലെ കല്യാണം പോലെ ഭാര്യയെ മറകെട്ടിയ ഭാഗത്തിരുത്താൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. പകരം കൂടെ നിർത്തി. ഇതാണ് രണ്ടാമത്തെ പാരഗ്രാഫ്. വളരെ കൃത്യമാണ്. സുരേഷ് ഗോപി തൻ്റെ സഹപ്രവർത്തകനാണ്. സുരേഷ് ഗോപി BJPക്കാരനാണ്, ചാണകസംഘി എന്നാണ് തൻ്റെ ആരാധകരിൽ ഭൂരിപക്ഷം അടക്കമുള്ളവർ പറയുന്നത്. രാഷ്ട്രീയപരമായും മതപരമായും സുരേഷ് ഗോപിയെ വേണമെങ്കിൽ ഫാൻസുകാരുടെ ഭാഷയിൽ ശത്രുപക്ഷത്ത് നിർത്താം. സുരേഷ് ഗോപിയുടെ മകളുടെ ചടങ്ങിൽ പങ്കെടുക്കുന്നത്, അതും ഗുരുവായൂരമ്പലത്തിൽ നടക്കുന്ന കല്യാണത്തിൽ പങ്കെടുക്കുന്നത് തീർച്ചയായും തൻ്റെ താരമഹിമയ്ക്ക് വേണമെങ്കിൽ കോട്ടം തട്ടാം. പക്ഷേ അതൊന്നും ഗവനിക്കാതെ ഗുരുവായൂരമ്പലത്തിലെത്തി മമ്മൂക്ക കല്യാണത്തിൽ പങ്കെടുത്തു. ശ്രദ്ധിക്കേണ്ട കാര്യം, ഭാര്യയെ കൂടെ കൂട്ടി. ഭാര്യയെ ഒരിടത്തും കൊണ്ട് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചില്ല. ഭാര്യ ധരിക്കുന്ന വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് തട്ടമിടാനോ പർദ്ദയിടാനോ ശ്രമിച്ചില്ല. അതിൻ്റെ പേരിലുണ്ടാവുന്ന വിമർശനങ്ങൾ ഗവനിച്ചില്ല. സുരേഷ് ഗോപിയുടെ മകൾ ദക്ഷിണ നൽകുവാൻ ക്ഷണിച്ചപ്പോൾ 2 അടി പിന്നിലേക്ക് മാറുന്ന മമ്മൂക്ക പിന്നീട് തൻ്റെ കാലിലെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റിയ ശേഷം
മുന്നോട്ട് വന്ന് ദക്ഷിണ സ്വീകരിച്ച് അനുഗ്രഹിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ കുറിപ്പ് വന്നപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. ദക്ഷിണ സ്വീകരിക്കുന്നത്, നിലവിളക്ക് കത്തിക്കുന്നത് ഒക്കെ പവിത്രമായ ചടങ്ങുകളാണ്. ആ ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ മര്യാദയുള്ളവരാണ് ചെരുപ്പ് ഊരി മാറ്റിയിടുന്നത്. ചെരുപ്പ് എന്ന് പറയുന്നത് ഭൂമിയും നമ്മളും തമ്മിലുള്ള അടുപ്പം ഇല്ലാതാക്കുന്ന ഒന്നാണ്. പക്ഷെ നമ്മുടെ കാലുകൾക്ക് സുരക്ഷ വേണം. പക്ഷേ മര്യാദയുള്ളവർ, ഭക്തിയുള്ളവർ അത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ ചെരുപ്പ് ധരിക്കില്ല. ഇവിടെ മമ്മൂക്ക പുറകോട്ട് മാറി ചെരുപ്പ് ഊരിയിട്ട് തിരിച്ചു വന്ന് ദക്ഷിണ സ്വീകരിച്ചു. പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുമ്പോൾ വണങ്ങി കരം ചേർത്ത് പിടിച്ച് കുശലം പറയുന്ന മമ്മൂക്ക അയോധ്യ രാമക്ഷേത്രത്തിൽ പൂജിച്ച അക്ഷതം നരേന്ദ്രമോദി നൽകിയപ്പോൾ തൻ്റെ മതാചാരം അനുസരിച്ച് മമ്മൂട്ടിക്ക് അത് നിഷേധിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. കാരണം അദ്ദേഹം തൻ്റെ മാതൃരാജ്യത്തിന് പ്രധാനമന്ത്രിയെ ബഹുമാനിക്കുന്ന പൗരനായിരുന്നു. വളരെ ശ്രദ്ധേയമായൊരു കുറിപ്പാണത്. പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ കൈകെട്ടി നിർത്തിയത് ആണത്തമാണ് എന്ന് പറഞ്ഞ വിഡ്ഢിവേഷങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ അങ്ങനെയായിരുന്നില്ല. കൈകൂപ്പുകയും കൈ കൊടുക്കുകയും ആദരവ് കാണിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി അക്ഷതം നീട്ടിയപ്പോൾ തൻ്റെ വിശ്വാസത്തിന് ചേരുന്നതല്ല എന്നതുകൊണ്ട് നിരസിക്കാമായിരുന്നു. പക്ഷെ അത് വാങ്ങി പോക്കറ്റിലിട്ടു. കാരണം താൻ നിന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ മുമ്പിലാണെന്നും തന്നോട് സംസാരിച്ചതും തനിക്ക് എന്താണെങ്കിലും നീട്ടി നൽകിയതും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണെന്നുമുള്ള ബോധം മമ്മൂക്കയ്ക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ട മമ്മൂക്ക, ഇതാണ് കേരളമെന്നും ഇതാണ് മലയാളിയുടെ സംസ്കാരമെന്നും കാണിച്ചു തന്ന താങ്കളാണ് യഥാർത്ഥ സൂപ്പർ ഹീറോ. ഇതാണ് കുറിപ്പ്. ചെറുതെങ്കിലും അതിമനോഹരമായൊരു കുറിപ്പ്. മമ്മൂക്ക എന്ന മലയാള നടൻ തൻ്റെ വിശ്വാസങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട്, തൻ്റെ രാഷ്ട്രീയം ഉറക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് കേരളീയ സമൂഹത്തിൻ്റെ മൊത്തം പ്രതിനിധിയാകുന്നത് എന്ന് തെളിയിക്കുന്ന ഒരു കുറിപ്പ്. ഈ നാട്ടിൽ ആർക്കും ഏത് മതവും സ്വീകരിക്കാം. ആ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുമ്പോട്ട് പോവാം. അത് ഉറക്കെ പറയാം, രഹസ്യമാക്കി വയ്ക്കേണ്ടതില്ല. ഈ നാട്ടിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയോടുമൊപ്പം ചേർന്ന് നിൽക്കാം. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസ്ഥാനങ്ങളോട് സഹകരിക്കാം. എന്നാൽ അത് തൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ് എന്ന് മനസ്സിലാക്കി മറ്റു മതങ്ങളെയും മറ്റ് വിശ്വാസങ്ങളെയും മറ്റ് രാഷ്ട്രീയത്തെയും അപലപിക്കാതിരിക്കുമ്പോഴാണ് ഒരാൾ മനുഷ്യനും മഹാനുമാകുന്നത്. നമ്മുടെ നാട്ടിൽ നിർഭാഗ്യവശാൽ അങ്ങനെയല്ല മതേതരത്വവും സോഷ്യലിസവും നടപ്പിലാക്കിയിരിക്കുന്നത്. നിങ്ങൾ അയോധ്യയിലെ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ അന്ന് തിരികെത്തിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സംഖ്യയാവും. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടാൽ നിങ്ങൾ സംഖ്യയാവും. BJPയെ എതിർത്തില്ലെങ്കിൽ നിങ്ങൾ സംഖ്യയാവും. നിങ്ങളുടെ മതേതരത്വവും ജനാധിപത്യവും സംഘവിരുദ്ധമാവണം, മോദി വിരുദ്ധമാകണം, രാജ്യവിരുദ്ധമാകണം. അവിടെയാണ് പ്രിയപ്പെട്ട മമ്മൂക്ക ഉറക്കെ വിളിച്ചു പറയുന്നത്, ഇതാ ഞാനൊരു തികഞ്ഞ മുസ്ലിമാണ്, ഞാനൊരു തികഞ്ഞ മുസ്ലിം വിശ്വാസിയാണ്, ഇതാ ഞാനൊരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റാണ്, ഇതാ ഞാൻ പിണറായി നേതൃത്വം കൊടുക്കുന്ന CPM-നൊപ്പമാണ്. അതേസമയം തൻ്റെ ഫാൻസുകാരും തൻ്റെ പാർട്ടിക്കാരും വിളിക്കുന്ന ചാണകസംഘി എന്ന പേരുള്ള സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാം, ഗുരുവായൂരമ്പലത്തിൻ്റെ നടപ്പന്തൽ വരെ പോയി വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാം, പ്രധാനമന്ത്രിക്ക് കൈ കൊടുക്കാം, പ്രധാനമന്ത്രി കൊടുത്ത അക്ഷതം വാങ്ങി പോക്കറ്റിലിടാം. മമ്മൂട്ടിയാണ് യഥാർത്ഥ മതേതരവാദി. മമ്മൂട്ടിയാണ് യഥാർത്ഥ മനുഷ്യസ്നേഹി.